ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ബ്രോന്റെ അപ്പത്തെ വീഡിയോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വാല്യുബിൾ ആണ്, കുറച്ചും കൂടി ഓതന്റിക് ആയ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ആളോട് ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യാണ്ട് എന്റെ വീഡിയോസിനെ പറ്റി ചോദിച്ചു. അതായത് നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും ഒരു റിവ്യൂ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത്, ഫസ്റ്റത്തെ വീഡിയോസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ, നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങൾ, ടിപ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ വീഡിയോസിൽ ഞാൻ പറയുന്നത് കൂടുതലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പേഴ്സണൽ ടച്ചോട് കൂടിയാണ്. ഞാൻ എങ്ങനെയാ സംഭവിച്ച് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്തു നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടി പറയുമ്പോൾ അതൊന്നും കൂടി വാല്യൂ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും കൂടി റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന് ആള് പറഞ്ഞു. ഞാനപ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യാണ്ട് എൻ്റെ വീഡിയോസിനെ, ഇപ്പോഴത്തെ വീഡിയോസിനെ അനലൈസ് ചെയ്തു. അതായത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസിൽ എനിക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി, ആൻഡ് പണ്ടത്തെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസിൽ എനിക്ക് എന്തുകൊണ്ട് ഇത്ര വീഡിയോ ഈ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നും ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു വന്നിരുന്നു. എൻ്റെ വീഡിയോസിൽ ഫസ്റ്റ് ഞാൻ എന്തോ ഒരു തെറ്റ് ഫോളോ ചെയ്തു വന്നിരുന്നു, മിസ്റ്റേക്ക് ഞാൻ ഫോളോ ചെയ്തു വന്നിരുന്നു. ഇപ്പൊ ഞാനത് ചെയ്യണില്ല, ബട്ട് എനിക്കത് അറിയണം. സോ ഞാൻ എത്ര അനലൈസ് ചെയ്തിട്ടും എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഒരു കാര്യമാണ് കണ്ടെത്താൻ പറ്റിയത്. അതായത് ഇപ്പത്തെ എൻ്റെ വീഡിയോസിൽ ഒരു മെജോറിറ്റി പാർട്ടും അല്ലെങ്കിൽ ഒരു 90% പറയുന്ന ടിപ്സ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറയുന്ന ആക്ഷനബിൾ സ്റ്റെപ്സ്, മെത്തേഡ്സ് ഒക്കെ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ അത് ചെയ്തു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ്. ഒരു പേഴ്സണൽ ടച്ച്, പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടിയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ലേസിനെസ്, മടിയുള്ള ഒരാൾക്ക് മടി മാറ്റാൻ പല ടിപ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ബട്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ എന്ത് പറയാൻ തുടങ്ങി, ഞാൻ എങ്ങനെ മടിനെ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ എങ്ങനെ ലേസിനെസ്സിനെ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ എങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ നിർത്തി, ഞാൻ എങ്ങനെ ഡീപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങി, ഞാൻ എങ്ങനെ നേരത്തെ എണീറ്റാൻ തുടങ്ങി. അതായത് നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ടച്ചോട് കൂടി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഓഡിയൻസിനെ ഒന്നും കൂടി റിലേറ്റ് ചെയ്യാനും ആൻഡ് അത് മനസ്സിലാക്കാനും കഴിഞ്ഞു. സോ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസിൽ ഞാൻ 90% പറഞ്ഞു കൊടുത്തിരുന്ന അഡ്വൈസ് അല്ലെങ്കിൽ പറഞ്ഞിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എവിടെ നിർത്തായിരുന്നു, എഐന്ന് എടുത്തായിരുന്നു. ആൻഡ് എഐന്ന് ഞാൻ എടുക്കും, ChatGPT എവിടെയെങ്കിലും ഞാനത് നോക്കും, എന്നിട്ട് ഞാനത് പഠിക്കും, ആൻഡ് ഞാനത് പറയലായിരുന്നു. അല്ലാതെ ഞാനത് ചെയ്താണ്ട് ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. സോ ഇൻ ദാറ്റ് ടൈം ഐ റിയലൈസ്ഡ് AI ഈസ് കില്ലിങ് മൈ ഇന്റലിജൻസ്. സോ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ, മൈ നെയിം ഈസ് മുബഷീർ, ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ് ആക്ച്വലി AI നമ്മളെ ഇന്റലിജൻസിനെ കൊല്ലണേ അല്ലെങ്കിൽ നമ്മളെ ഇന്റലിജൻസിനെ നശിപ്പിക്കണത്. അതിന് ഫസ്റ്റത്തെ സംഭവമാണ്, AI നമുക്ക് ചിന്തിക്കാനൊരു എബിലിറ്റിനെ നല്ല രീതിയിൽ കുറക്കും. അതൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മളെ മുഖത്ത് തന്നെ കുറച്ച് ആക്നെ ഉണ്ടായി, അതായത് പിമ്പിൾസ്, മുഖക്കുരു ഉണ്ടായി. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ChatGPT അല്ലെങ്കിൽ എന്തെങ്കിലും AI എടുത്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യും, വൈ ഇതുവരെ എനിക്ക് പിമ്പിൾസ് ഇല്ലേനോ, അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ വന്നു. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് നമ്മൾ കുറച്ച് ഇരുന്ന് എന്തുകൊണ്ട് എനിക്ക് ഈ സംഭവം വന്നു, എൻ്റെ ഫുഡിൽ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണില്ലേ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫേസിനെ കെയർ ചെയ്തില്ലേ. അതായത് നമ്മൾ തന്നെ നമ്മളെ പ്രോബ്ലത്തിന് ചിന്തിച്ചാണ്ട് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്ന് നമ്മൾ തന്നെ കണ്ടെത്തുന്നതിന് പകരം ഫുള്ള് നമ്മൾ ഈ AI കൊണ്ട് ചോദിപ്പിക്കും. ഇത് പിമ്പിൾസിന്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് നോളജോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ആദ്യം എന്താ ചെയ്യാം, നമ്മൾ AI എടുക്കും. എന്നിട്ട് AI എടുത്താണ് നമ്മൾ അതിൽ സെർച്ച് ചെയ്യുന്നിട്ട് ഓരെന്താണോ പറയുന്നത് ആ സംഭവം നമ്മൾ ഫോളോ ചെയ്യാണ് ഇവിടെ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാല്. ഞാൻ ടോട്ടലി പറയണത് AI ഒരു ബാഡ് ആയിട്ടുള്ള സംഭവമാണ്, നമ്മുടെ ലൈഫിൽ തീരെ യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്, നമ്മളെ ഇന്റലിജൻസിനെ നല്ല രീതിയിൽ നശിപ്പിക്കുന്ന സംഭവം അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാനൊരു അവസരം അല്ലെങ്കിൽ ഒരു ചാൻസ് നമ്മളെ ബ്രെയിനിന് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു ഇന്റലിജൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ റെഡ്യൂസ് ആയി പോവുകയെ ചെയ്യുള്ളൂ. ശരിക്കും AI അല്ല നമ്മളെ ഇന്റലിജൻസിനെ ഇല്ലാതാക്കുന്നത്, നമ്മളെ ബ്രെയിനിനെ നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇത് നമ്മളെ ലൈഫിൽ ഏത് സംഭവത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഏത് കാര്യമാണ് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാതൊക്കെ അതിന്റെ സ്ട്രെങ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വീക്കായി ഇങ്ങനെ വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബോഡിനൊന്ന് കെയർ ചെയ്യാതിരിക്കുന്ന ഒരാള് മൂപ്പര് കിട്ടിയതൊക്കെ തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കാണ്. അപ്പൊ ബോഡിനെ തീരെ കെയർ ചെയ്യണില്ല, നല്ല സ്ലീപ്പ് കൊടുക്കണില്ല, വർക്കൗട്ട് ചെയ്യണില്ല, ഫുഡ് ഫോളോ ചെയ്യ നല്ല ഫുഡ് കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 10 or 50 ഇയേഴ്സ് കഴിഞ്ഞ മൂപ്പര് എവിടേക്ക് എത്തിപ്പെടുക, മൂപ്പർക്ക് പോലും ഇഷ്ടപ്പെടാത്ത ഒരു ബോഡി ഷേപ്പിലേക്കാണ് മൂപ്പര് എത്തിപ്പെടുക. പള്ളൊക്കെ ചാടി ഈ ജോലിനൊക്കെ തീരെ ക്ലിയർ ആവാത്ത രീതിക്കാണ് മൂപ്പര് എത്തിപ്പെടുക. എന്ന പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു സംഭവത്തിനോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നിനും യൂസ് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ, ഫുള്ളി AI ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബ്രെയിനിന്റെ സ്ട്രെങ്ത്, നമ്മൾ ആ ഒരു ഇന്റലിജൻസ് അവിടെ കുറഞ്ഞേ വരുള്ളൂ. AI നമ്മളെ ലൈഫിൽ ഉണ്ടാക്കി തരാൻ പോണ രണ്ടാമത്തെ പ്രശ്നമാണ് നമുക്ക് ലെസ് ക്രിയേറ്റിവിറ്റി കാരണം. അതായത് നമുക്ക് ഇപ്പൊ ഫ്യൂച്ചർ ലൈഫിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും
നമ്മളെ സ്വന്തം സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റിനെ നല്ല രീതിയിൽ റിഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് AI എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ബിസിനസ്സിലായാലും ഇപ്പൊ എന്ത് സംഭവം കൊണ്ടുനടക്കണം, കണ്ടന്റ് ക്രിയേഷൻ, ഇതിലൊക്കെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ AI ആവശ്യമുണ്ടെങ്കിൽ പോലും ബട്ട് നമ്മളെ ക്രിയേറ്റിവിറ്റിക്കും വേണ്ടി നമ്മളെ ബ്രെയിനിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ AIനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ക്രിയേറ്റിവിറ്റി നശിക്കും. കാരണം നമുക്ക് ഈ AI നെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസും ആക്ഷൻസ് തരാം. ബട്ട് നമുക്ക് അതിൽ എന്തുണ്ടാവില്ല, ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാവില്ല. ഇനി ഞങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. അതായത് എങ്ങനെ നമ്മൾ ഇന്റലിജൻസിനെ ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് സംഭവമാണ് തിങ്ക് ബിഫോർ ആസ്കിങ്. നിങ്ങൾക്ക് ഏത് സംഭവത്തിലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് നോളജ് വേണ്ടത്, ഇൻഫോർമേഷൻ വേണ്ടത്, അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതിന്റെ പ്രോബ്ലം ഇപ്പം ഇതാണ്, ഇതിനുള്ള സൊല്യൂഷൻ എന്തായിക്കാരം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പ്രോബ്ലം വന്നു, ഇതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്താൽ ഈ പ്രോബ്ലം മാറുമെന്ന് ആദ്യം നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ AIനോട് പറഞ്ഞു കേൾക്കാം. അപ്പൊ AIനോട് ഇങ്ങനെ പറയാം, ChatGPT എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് AI നിങ്ങൾ യൂസ് ചെയ്യുന്ന AI എടുത്തുകൊണ്ട് ഇതിന്റെ പ്രോബ്ലം ഇപ്പം ഇതാണ്, ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇത് ചെയ്താൽ, അതായത് നിങ്ങൾ കണ്ടെത്തിയ ആൻസർ ഉണ്ടാവുമല്ലോ, സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ചിന്തിച്ചു കണ്ടി ഈ സൊല്യൂഷൻ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബെറ്റർ ആവും. അതായത് ഫുള്ളി AI കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ മാത്രം ആരെ യൂസ് ചെയ്യുക, AIനെ യൂസ് ചെയ്യാതെ. അല്ലാതെ ഫുള്ളി നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബ്രെയിനിനെ അവിടെ യൂസ് ചെയ്യാതാവുകയാണ്. ആൻഡ് ബ്രെയിനിന്റെ നമ്മുടെ സ്ട്രെങ്ത് അവിടെ കുറഞ്ഞു വരികയാണ്. അതിൽ രണ്ടാമതായിട്ട് ഇന്റലിജൻസിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സംഭവമാണ് നമ്മളെ ഫീൽഡിലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഫീൽഡിലില്ല, നമ്മൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിലെ നോളജ് കൂടുതൽ കൺസ്യൂം ചെയ്യാന്നുള്ളത്. ഏതൊരാളും ഇപ്പോൾ AI എടുക്കുക, അല്ലെങ്കിൽ ഏതൊരു സംഭവം നമ്മൾ AIനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ആ ഏരിയയിലെ നോളജ് ഇല്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് ആ ഏരിയയിലെ ഇൻഫോർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. സോ അപ്പോൾ നേരെ മറിച്ച് നമുക്ക് AI അല്ലാതെ വേറെ സ്ഥലത്ത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് നോളജുകൾ കൺസ്യൂം ചെയ്യാൻ പറ്റും. റീഡിങ്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ലിസണിങ്, നമുക്ക് റൈറ്റിംഗ്, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന് മിസ്റ്റേക്ക് വരുത്തിയാണ് അതിന് പഠിക്കുക. അതായത് ഫുള്ള് AIന്ന് ആ ഇൻഫോർമേഷൻ എടുക്കുന്നതിന് പകരം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ രീതിയിൽ നമുക്ക് ഫീൽഡിൽ വേണ്ട നോളജ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവത്തിലുള്ള ഐഡിയാസ്, സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് തന്നെ കിട്ടും. അപ്പോഴും AIനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ്, ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.